പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൽ നീ ആശ്രയിച്ചു വന്നിരിക്കൊണ്ട് അവിടുന്ന് നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നമുക്ക് വായിക്കുവാൻ ബോവസ് രൂത്തിനോട് സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. രൂത്ത് തന്റെ ഭർത്താവിന്റെ മരണശേഷം തന്റെ അമ്മായിമ്മയോടൊപ്പം മോവാബ് ദേശത്ത് നിന്ന് ബേത്ലഹേമിലേക്ക് കടന്നു വരികയും അമ്മായിയമ്മയുടെ കാര്യം വിശ്വസ്തയോടും അമ്മായിയമ്മയ്ക്ക് നന്മ ചെയ്തും അവള് അമ്മായിയമ്മയെ സ്നേഹിച്ച് തന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടും അവൾ തന്റെ അമ്മായിയമ്മയെ ഉപേക്ഷിച്ച് കളയാതെ ആ അമ്മയ്ക്കൊപ്പം നവോമിക്കൊപ്പം ബേത്ലഹേമിലേക്ക് വന്ന ഒരു രൂത്തിന്റെ സമർപ്പണമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അത് നമുക്ക് രണ്ട് മരുമക്കൾ നവോമിക്കുണ്ട്, ഒന്ന് ഓർപ്പായും ഒന്ന് രൂത്ത്. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച ശേഷം അവളുടെ സ്വന്തം ദേശത്തേക്ക് മോവാബ് ദേശത്തേക്ക് അവൾ അവിടെ അപ്പന്റെ അമ്മയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോയതായി കാണുവാൻ കഴിയും. എന്നാൽ രൂത്ത് തനിക്ക് ഭർത്താവ് മരിച്ചിട്ടും തനിക്ക് സ്വന്തം ദേശത്തെ ഉപേക്ഷിച്ചിട്ട് അവളുടെ വലിയൊരു ആത്മസമർപ്പണമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൾ പറയുന്ന ഒരു കാര്യം നവോമിയോട്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ വസിക്കുന്നത് ഞാനും വസിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അവൾക്ക് ആ നവോമിയോടുള്ള അവളുടെ സ്നേഹം, അത് മാത്രമല്ല നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് നിന്റെ ദൈവം എൻ്റെ ദൈവം. നോക്കുക, അതിന്റെ ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ, നിന്നെ വിട്ടു പിരിഞ്ഞു പോകുവാൻ നീ എന്നോട് പറയരുതേ, നീ പോകുന്നത് ഞാനും പോകും, നീ പാർക്കുന്നത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും മരിക്കും. അവളുടെ സമർപ്പണമാണ്. ഏതൊക്കെ തലത്തിലാണ് അവിടെ സമർപ്പണമെന്ന് നമുക്ക് കാണുവാൻ കഴിയുവാണെങ്കിൽ എന്നോട് വിരിഞ്ഞ് മടങ്ങിപ്പോവാൻ ഇടയാകും. അതായത് ഞാൻ പണ്ട് ഹല്ലേലൂയ എൻ്റെ മാതാപിതാക്കളൊപ്പം ജീവിച്ചു, പക്ഷെ നല്ലത് ഇന്ന് അവിടെ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് മറ്റൊരു ഇടത്തേക്ക് ദൈവം എന്നെ അയച്ചു. അവിടെ നിന്ന് തുടർന്ന് ഞാൻ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ മടങ്ങിപ്പോകാൻ പറയരുത്. നീ പോകുന്നത് ഞാനും പോകും എന്ന് പറഞ്ഞാൽ നവോമി എവിടേക്കാണോ പോകുന്നത് അവൾക്ക് ദേശം വിഷയമല്ല. അവള് ആ അമ്മായിയമ്മയോട് കാണിക്കുന്ന ആ സ്നേഹമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, നീ പോകുന്നത് ഞാൻ പോകും, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ എവിടെ പാർത്താലും ഞാൻ അവിടെ നിന്റെ കൂടെ പാർക്കും. നിന്റെ ജനം എന്ത് ചെയ്യാ, എന്റെ ജനം. അതായത് ബേത്ലഹേമിലുള്ള ജനം അതെന്ത് ചെയ്യാ, എന്റെ ജനമാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവം. നോക്കുക, നവോമി സ്നേഹിച്ച, നവോമി വിശ്വസിച്ച, നവോമി ആരാധിക്കുന്ന ദൈവത്തോടുള്ള ആ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള അവിടെ പ്രവേശം പറയുകയാണ്. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും എന്ത് ചെയ്യാ, മരിച്ചടക്കപ്പെടും. ഹല്ലേലൂയ. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ എന്നോട് അധികമായി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കുക, അപ്പം ആ ഒരു മരണം അവൾ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാ, ഇനി ഒരിക്കലും എൻ്റെ സ്വന്തം ദേശത്തേക്ക് തിരികെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാ, നീ എവിടെ പോകുന്നു നവോമി, നീ എവിടെ പോകുന്നു അവിടെ ഞാനാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. നീ എന്ത് ചെയ്യാ, മരിച്ച് അല്ലെങ്കിൽ അടക്കപ്പെടും, ഞാനും മരിക്കും, മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ എന്നെ വിട്ടുപിരിയാൻ കഴിയും. ഇവിടെ രൂത്ത് ഹല്ലേലൂയ നവോമിയോട് കാണിച്ചിരിക്കുന്ന ആ വലിയ സ്നേഹം. തനിക്ക് ഭർത്താവില്ല, മക്കളില്ല, എല്ലാം മരിച്ചുപോയി, അമ്മയമ്മ ഒറ്റയ്ക്കാണ്, തനിച്ചാണ്, അമ്മയ്ക്ക് ഇനി മറ്റാരുമില്ല ആശ്രയം മനസ്സിലാക്കിയ ആ മരുമകൾ നവോമി വിട്ടുപരിയുവാൻ അല്ലെങ്കിൽ തയ്യാറാകാതെ അവൾക്ക് മറ്റൊരു ജീവിതം പോലും അവൾ ആഗ്രഹിച്ചില്ല. ഒരുപക്ഷെ ഓർപ്പ നവോമി വിട്ടു പിരിഞ്ഞത് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാനായിരിക്കാം. പക്ഷേ എന്നാൽ രൂത്ത് എന്ത് ചെയ്തില്ല, ഈ അമ്മായിമ്മ ഒറ്റയ്ക്കാക്കി ഹല്ലേലൂയ അവൾ പോയില്ല.
ആ അമ്മായിയമ്മയോടുള്ള അവിടെ സ്നേഹം, സമർപ്പണമാണ് ഇവിടെ നമുക്ക് കാണും. അതുകൊണ്ടാണ് ബോബസ് പറഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം യഹോവ നിനക്ക് എന്ത് ചെയ്യുക, പകരം നൽകട്ടെ. ദൈവമായ യഹോവയുടെ സന്നിധി കടന്നു വന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകും. നമുക്ക് പ്രിയരെ, നവോമി ഇത് നമുക്ക് മറ്റൊരു വയലിലേക്ക് കാണുവാൻ, ഇത് ക്രിസ്തുവുമായൊരു ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ദേശം വിട്ട്, ചാർച്ചക്കാരെ വിട്ട്, ക്രിസ്തുവിനെ സ്നേഹിച്ച് ഞാൻ മരിച്ചാൽ ഈ വിശ്വാസം ഞാൻ മരിക്കും, ഇവിടെ നിന്ന് എന്നെ വേർതിരിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉള്ള വിശ്വാസം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നെങ്കിൽ, ബോബസ് എന്ന നിഴല് അത് ക്രിസ്തുവിനെ കാണിക്കുന്ന, ബോബസിനെ ആ നിഴല് പറയുകയാണ്, ക്രിസ്തുവിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ, നീ ഈ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നീ എന്താണോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ദൈവസനെ സമർപ്പിച്ചു കൊടുത്തു, നിന്നെ പൂർണ്ണമായും ദൈവസനെ സമർപ്പിച്ചു കൊടുത്ത നീ എന്ത് ചെയ്യുക, ഹല്ലേലൂയ, നിന്റെ ആ പ്രവർത്തിക്ക് യഹോവ നിനക്ക് എന്ത് ചെയ്യുക, പകരം നൽകും. നിനക്കൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, നിശ്ചയം. ഇസ്രായേൽ ദൈവമായ യഹോവയുടെ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകും. പാതി പ്രതിഫലമല്ല പ്രിയരെ, ഒരു പൂർണ്ണ പ്രതിഫലം നിങ്ങൾക്കുണ്ട്. ദൈവത്തെ ആശ്രയിക്കുന്ന നിനക്ക് പൂർണ്ണ പ്രതിഫലമുണ്ട്. ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിലനിന്ന് ഈ ആത്മീയ ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവത്തെ ആശ്രയിച്ചു വരുന്ന, പരിശുദ്ധാത്മാവിനോട് കീഴ്പ്പെടുന്ന, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന കുഞ്ഞെ, നിനക്കൊരു പ്രതിഫലമുണ്ട്. നിന്റെ പ്രതിഫലം നിശ്ചയമായും അവൻ നിനക്ക് നൽകും. ഹല്ലേലൂയ. നമുക്കറിയാം, പിന്നത്തെ രൂത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ ദൈവം അധികമായി അനുഗ്രഹിച്ചു. അവൾക്കൊരു പ്രിയപ്പെട്ടവനെ, ബോബസിനെ കൊടുത്തു, ഒരു തലമുറയെ ദൈവം കൊടുത്തു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ ദൈവമുടെ മേൽ ഹല്ലേലൂയ അയക്കുവാനിടയായി. നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് രൂത്തിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, അവൾ കൊടുത്ത വിലയാണ്. ദൈവസന്നിധി വില കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ നീ കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് നിനക്ക് പ്രതിഫലം നൽകി തരുവാൻ ദൈവം സർവശക്തനാണ്.